അടുത്ത question number 22. For how many numbers n in the set 1, 2, 3 up to 37 can we split the 2n numbers 1 to up to 2n into n pairs, set ai bi, I between 1 and n, such that the product of ai plus bi is a square. അതായത് for how many numbers n in the set can we split 2n numbers 1, 2, 3 up to 2n into n pairs. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതായത് ഇഫ് ഐ ടേക്ക് n ഈസ് ഈക്വൽ ടു 2, നമ്മൾ എത്ര നമ്പേഴ്സിനെ എടുക്കും? 1, 2, 3, 4. എന്നിട്ട് ഇതിനെല്ലാം ഇങ്ങനെ എന്താക്കി n പെയർ ആക്കി സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പം എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 1, 2 സ്പ്ലിറ്റ് ചെയ്യാം, 3, 4 സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ പെയറിൻ്റെയും സം, ഇവിടെ സമ്മ് 3, ഇവിടെ സമ്മ് 7. ഇത് 21 ആണ് കിട്ടുക. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷേ നമ്മൾ 1, 4ഉം 2, 5ഉം ഇങ്ങനെയാണ് എടുത്തതെങ്കിൽ 1, 4ഉം 2, 5ഉം എടുത്താൽ ദിസ് ഇസ് 5. 1, 4ഉം 2, 5ഉം അല്ല, 2, 3 എടുത്താൽ ദിസ് ഇസ് 5 and 5. അതാ ഓരോ പെയറിലെയും, അങ്ങനെ ഓരോ പെയറിലെയും എലമെന്റ്സിന്റെ സം എടുക്കണം. എന്നിട്ട് ആ സമ്മുകളെല്ലാം കൂടി ഓരോ പെയറിലെ സമ്മിനെയും പ്രൊഡക്റ്റ് ചെയ്താൽ പെർഫെക്റ്റ് സ്ക്വയർ ആണോ കിട്ടുന്നത്? ഇതാ ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പേഴ്സ് n ഈക്വൽ ടു 2ക്ക് ഇപ്പം നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. ഇങ്ങനെ ഏതൊക്കെ വാല്യൂസ് ഓഫ് n-ന് അല്ലെങ്കിൽ എത്ര വാല്യൂസ് ഓഫ് n-ന് നമുക്ക് ഇങ്ങനെ പെയർ ആക്കി ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ പെയർ ആക്കി എങ്ങനെയെങ്കിലുമൊക്കെ പെയർ ആക്കി, ഓൾ പോസിബിൾ പെയർസ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പെയർ ആക്കി വി ഷുഡ് ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെ എത്ര വാല്യൂസ് ഓഫ് n-ന് കിട്ടും? n ഈക്വൽ ടു 2ന് ഇതിപ്പോൾ കിട്ടി. n ഈക്വൽ ടു 4ൽ എന്ത് സംഭവിക്കും? n ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ സംഭവിക്കുമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിനെ എന്താക്കണം? പെയർ ആക്കണം. അങ്ങനെ ആ പെയർ ആക്കിയിട്ട് ഓരോ പെയറിലെ എലമെന്റ്സിനെയും കൂടി ആഡ് ചെയ്യണം. ആ ഓരോ ആഡ് ചെയ്ത് കിട്ടിയ പെയറിലെ എലമെന്റ്സിന്റെ സമ്മും കൂടി പ്രൊഡക്റ്റ് ചെയ്താൽ എന്ത് കിട്ടണം? പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. അതിപ്പോ 1, 8 എടുത്തു, 2, 7 എടുത്തു, 3, 6 എടുത്തു, ഇങ്ങനെ പെയർ ആക്കി എന്ന് വിചാരിക്കുക. എല്ലാത്തിന്റെയും പ്രൊഡക്റ്റ്, എല്ലാത്തിന്റെയും സമ്മ് 9 അല്ലേ? അപ്പൊ ഇതെന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ ആവുമല്ലോ. അതായത് n ഈക്വൽ ടു ഒരു ഈവൻ നമ്പർ എടുത്താൽ നമുക്ക് 2n-ൽ ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് അത് വെച്ചിട്ട് n പെയർ ഉണ്ടാക്കാൻ പറ്റും. ആ n പെയറിനെയും ഇങ്ങനെ അറ്റം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ഫോം ആൻ AP. എല്ലാം ഇതൊക്കെ AP-യിലാണല്ലോ. അപ്പോൾ 1ഉം 8ഉം എടുത്തു 9, 2ഉം 7 എടുത്തു 9, 3ഉം 6 എടുത്തു 9, 4ഉം 5ഉം എടുത്തു 9. എല്ലാം 9 ആയിരിക്കും. എത്ര 9 ഉണ്ട്? ഈവൻ നമ്പേഴ്സ് ഓഫ് 9 ഉണ്ട്. ഈവൻ നമ്പേഴ്സ് ഓഫ് 9 ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ n ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. ഇതിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. എങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം? ഈ അറ്റവും അറ്റവും അങ്ങനെ അറ്റങ്ങൾ തമ്മിൽ പെയർ ചെയ്തിട്ട് എൻസ് തമ്മിൽ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ അങ്ങനെ ആക്കി പെയർ ചെയ്തിട്ട് യു ക്യാൻ മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ n ഈസ് ഈക്വൽ ടു ഈവൻ നമ്പർ. n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ഇതെല്ലാം പോസിബിൾ ആണ്. അപ്പൊ n ഈക്വൽ ടു ഈവൻ നമ്പർ ആണെങ്കിൽ ഇതെല്ലാം പോസിബിൾ ആണ്. ഇനി n ഓഡ് ആണെങ്കിൽ ലെറ്റ്സ് കൺസിഡർ n ഈക്വൽ ടു 1. സോ വിൽ ഹാവ് 2 നമ്പേഴ്സ് 1 and 2. നമുക്ക് 1ഉം 2ഉം 2 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ 1 + 2 3, വിച്ച് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. n ഈക്വൽ ടു 1ന് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ലെറ്റ്സ് കൺസിഡർ n ഈക്വൽ ടു 3. അപ്പൊ 1, 2, 3, 4, 5, 6 ഇത് ഇതേപോലെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്താലോ? 1, 6, 2, 5, 3, 4 ചെയ്താൽ വി വിൽ ബി ഹാവിംഗ് ഓൺലി ഓഡ് നമ്പർ ഓഫ് പെയർസ്. എല്ലാം 7 ആണ്. പക്ഷെ 7 3 ടൈംസേ ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പക്ഷെ അങ്ങനെ തന്നെ പെയർ ചെയ്യണമെന്ന് ആരും നിർബന്ധം പറഞ്ഞിട്ടില്ല. വി ക്യാൻ പെയർ, ലെറ്റ്സ് സി. ഇപ്പൊ ഇങ്ങനെ പെയർ ചെയ്താലോ? ഇങ്ങനെ പെയർ ചെയ്ത് നോക്കിയാലോ? 1, 5, 2, 4. ഇപ്പൊ 1, 5 6 ആണ്, 2, 4 6 ആണ്, ഈ 3, 6ഉം കൂടി 9 ആണ്. സോ ദിസ് ഈസ് 36 into 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സി n ഈക്വൽ ടു 3ക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ഈവൻ ആണെങ്കിൽ എന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ ആയിക്കോളും. ഓഡ് ആണെങ്കിൽ നമ്മൾ ആ പെയറിംഗ് ഒന്ന് എഫക്റ്റീവ്ലി ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. n ഈക്വൽ ടു 1ന് പറ്റില്ല. n ഈക്വൽ ടു 3ക്ക് നമ്മൾ ആപ്റ്റ് ആയിട്ട് അതിനെ പെയർ ചെയ്താൽ യു ക്യാൻ മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും. n ഈക്വൽ ടു 5 ആണെങ്കിലോ? അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതിന്റെ കൂടെ എക്സ്ട്രാ നമ്പേഴ്സ് ആഡ് ചെയ്യും. ഇപ്പൊ ഉള്ളതിന്റെ കൂടെ എക്സ്ട്രാ നമ്പേഴ്സ് വരും. ഇപ്പൊ ഉള്ളതിന് എന്ത് ചെയ്യുക? ഇങ്ങനെ തന്നെ പെയർ ചെയ്യുക. 1, 5, 2, 4, 3, 6 ഇങ്ങനെ തന്നെ പെയർ ചെയ്യുന്നു. ഇത് ഓൾറെഡി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 6 into 6 into 9. ഇനി ഇവിടെ പെയർ ചെയ്യുന്നത് ഇങ്ങനെ പെയർ ചെയ്താൽ പോരെ? 17 into 17.
ഇനി വരുന്നതിനൊക്കെ അങ്ങനെ അക്കോർഡിംഗ്ലി പെയർ ചെയ്യുക. നമ്മൾ 1 to 6 വരെ ഓൾറെഡി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാക്കി വെച്ചു. ഇനി വരുന്നതിന് ഇങ്ങനെ ഇക്വിഡിസ്റ്റന്റ് ആക്കി. ഇനി ഈവൻ നമ്പേഴ്സ് ആണ് ഇങ്ങനെ വരാൻ പോകുന്നത്, ഈവൻ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് വരാൻ പോകുന്നത്. അതിനെ അക്കോർഡിംഗ്ലി ഇങ്ങനെ പെയർ ചെയ്താൽ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ കൂടെ ഇനിയും പെർഫെക്റ്റ് സ്ക്വയർസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. n ഈക്വൽ ടു 7 ആണെങ്കിലോ, n ഈക്വൽ ടു 7 ആണെന്താ ഇങ്ങനെ ഇത് വീണ്ടും പെയർ ചെയ്യുക, വിച്ച് ഈസ് അഗെയിൻ എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ n ഓഡ് ആണെങ്കിലും നമുക്ക് ആ n ഈക്വൽ ടു 1 മാത്രമേ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തുള്ളൂ. ബാക്കി n ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും നമുക്ക് അക്കോർഡിംഗ്ലി പെയർ ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? യു ക്യാൻ മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ. n ഈക്വൽ ടു 1 മാത്രമേ ഇത് പറ്റാത്തതുള്ളൂ. സോ ഔട്ട് ഓഫ് ഓൾ ദീസ് n വാല്യൂസ് ഓൺലി 1 ഇസ് നോട്ട് സാറ്റിസ്ഫൈങ്. 1 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാത്തതുള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ n ഈക്വൽ ടു, അപ്പോൾ 36 ആണ് ആൻസർ. ഹൗ മെനി നമ്പേഴ്സ്? n എന്തൊക്കെ വാല്യൂ ആവാം? അപ്പോൾ n 36 വരെ, 37 നമ്പേഴ്സ് ആണുള്ളത്, അതിൽ ഒന്നിന് മാത്രമേ പറ്റാത്തതുള്ളൂ. സോ 36 ഈസ് ദി ആൻസർ.